ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരംഭിക്കുകയാണ്. ഈ നാടിന്റെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ മേൽനോട്ടം വഹിക്കുകയും ഈ പരിപാടി ശ്രീ KK ഷാജു MLA, സെക്രട്ടറി ശ്രീ ഭരത്ഭൂഷൺ IAS, ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാന്യനായ മാവേലിക്കരയുടെ MP ശ്രീമതി, പ്രമുഖ വ്യക്തികൾ മുഴുവൻ, ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നാസർ തുടങ്ങി കേരളത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ദൃശ്യവിസ്തരണമായി പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ ബഹുമാന്യരെ മാസ്റ്ററിൽ ആരംഭിക്കാൻ പോവുകയാണ്. വേദിയുടെ കൃഷ്ണനും സത്യവും അലവീച്ചു കൊണ്ടാദരാൻ അഞ്ജലി കൂട്ടി നിന്നിടാ, അഞ്ജലി കൂട്ടി നിന്നിടാ. പ്രിയമുള്ളവരെ, ഈ പരിപാടി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവരുകളാണ്. സംഘടന സമിതിയുടെ പേരിലും ഇവിടെ കൂടിയുള്ള എല്ലാവരുടെ പേരിലും MLA-മാരായ നമ്മുടെ ഞാൻ ഇതിന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ ആദരപൂർവ്വം സ്വീകരിക്കുവാൻ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ആ ധന്യ മുഹൂർത്തം. ബഹുമാനപ്പെട്ട ഈ സുധാകരൻ, എന്റെ സഹപ്രവർത്തകരായ ടൂറിസം വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി തുടങ്ങി സഹപ്രവർത്തകരായ മന്ത്രിമാരെ, MP-മാരെ, MLA-മാരെ, ഉദ്യോഗസ്ഥന്മാരെ, വള്ളംകളിയിൽ വാശിയോടും തുഴയാൻ എത്തിച്ചേർന്നിട്ടുള്ള ജലോത്സവ പ്രിയരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 54ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ജലകായിക താരങ്ങളെയും ജലോത്സവ പ്രേമികളെയും കേരള ഗവൺമെന്റിന് വേണ്ടി ഞാൻ, വള്ളംകളിക്കും വലിയ പ്രാധാന്യമാണുള്ളത്. 1952 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കുട്ടനാട് സന്ദർശിച്ച അവസരത്തിൽ കുട്ടനാട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജലഘോഷയാത്രയും വള്ളംകളിയും സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ ആകൃഷ്ടനായ അദ്ദേഹം 1ാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടനിൽ എല്ലാം മറന്ന് ചാടിക്കയറുകയുണ്ടായി. തുടർന്ന് ഡൽഹിയിലെത്തിയ ശേഷം ഈ അനുഭവത്തിന്റെ ഓർമ്മയ്ക്കായി സ്വന്തം കൈവപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ഒരു ട്രോഫി ആലപ്പുഴയിൽ എത്തിക്കുകയായിരുന്നു. അന്നു മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ലോകമാകെ ശ്രദ്ധിക്കുന്ന നിലയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നിങ്ങൾ ആവേശപൂർവ്വം നടത്തി വരുന്നതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം ജില്ലകളിലെ ബോട്ട് ക്ലബ്ബുകളാണ് ഇവിടെ പ്രധാനമായും മത്സരിക്കുന്നത്. വള്ളംകളി സ്പോർട്സ് ഇനമായി അംഗീകരിക്കുന്നതിന് കുറഞ്ഞത് 7 ജില്ലകളിലെങ്കിലും മത്സരം നടത്തേണ്ടതുണ്ട്. ഇക്കുറി മത്സര പ്രാധാന്യം വർദ്ധിക്കുന്നതിനായി ബോട്ടുകളുടെ സംഘടനയും ബോട്ട് ക്ലബ്ബുകളുടെ സംഘടനയും CK സദാശിവൻ MLA-യും ഒക്കെ നൽകിയ നിവേദനത്തെ തുടർന്ന് ഗവൺമെന്റ് ഈ വർഷം മുതൽ 1ാം സ്ഥാനം നേടുന്ന ചുണ്ടൻ വള്ളത്തിന് 2 ലക്ഷം രൂപയും, 2ാം സ്ഥാനത്തെത്തുന്ന ചുണ്ടന് 1.5 ലക്ഷം രൂപയും, 3ാം സ്ഥാനത്ത് നേടുന്നത് 1 ലക്ഷം രൂപയും, 4ാം സ്ഥാനത്തെത്തുന്ന ചുണ്ടന് 50,000 രൂപയും
ക്യാഷ് പ്രൈസ് നൽകുകയാണ്. ഒളിമ്പിക്സിനെ പോലെ ഇത്രയധികം കായിക താരങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന മത്സരവേദി മറ്റൊന്നില്ല. ജലമേളയ്ക്ക് അർഹമായ പരിഗണന തുടർന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ലോകത്തിലെ അപൂർവമായ സൃഷ്ടിയാണ് ചുണ്ടൻ വള്ളങ്ങൾ. അതിന്റെ സംരക്ഷണത്തിന് ഗവൺമെന്റ് ഈ വർഷം 25,000 രൂപ വീതം നൽകിക്കഴിഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെ മഹനീയ സന്ദേശം എത്തിപ്പിടിക്കുന്ന ഒന്നാണ് ജലോത്സവങ്ങൾ. മതജാതി വർഗീയതയ്ക്കും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായി ജനലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ഒരുമയുടെ പ്രതീകമായ ഈ മഹോത്സവങ്ങൾ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ നിങ്ങൾ കൂട്ടായി ശ്രമിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 54ാമത് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ഞാൻ പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു. അടുത്തതായി കമ്പക്കുളം ചുണ്ടൻ, കലവൂരൻ ഗോപിനാഥ്, ആയാപറമ്പ് മല്ലേരിവാഞ്ചി, ചെറുതന കിരൺ മാർഷൽ, അവിലിയോൺ, വെള്ളംകുളം ബെൻസി മൂന്നുതൈക്കൽ, സെന്റ് ജോർജ് മോനി ജോർജ്, പായിപ്പാട് ആണ്. ഈ ചെറിയ ചാറ്റൽ മഴയിൽ ഈ ദൃശ്യ വിസ്മയം കാണുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. മാസ്റ്റലിന് നേതൃത്വം നൽകുന്നത് ശ്രീ ജോസ്. മത്സരം ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. മാസ്റ്റലിനായി ശ്രീ പുഷ്പമലത്തിനെ ക്ഷണിക്കുന്നു. രാജാക്കന്മാരെ ചരിത്രത്തെ ഏർപ്പെടുത്തി രേഖപ്പെടുത്തുന്ന ഈ ഔദ്യോഗിക മാഗസിന് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഔദ്യോഗിക മാഗസിന്റെ പ്രതിനിധീകരിച്ച ശ്രീ സുരേഷ് ബഹുമാനനായ MP ശ്രീ KS മനോജിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നു. വിദേശ മനിതകൾ തുഴഞ്ഞ വള്ളമാണ്. വിദേശ മനിതകൾ തുഴഞ്ഞ വള്ളത്തിനുള്ള ശ്രീമതി ജൂലിയാണ്.
അതെ 90 വർഷങ്ങളിൽ ഐതിഹാസികമായിട്ട് നേതൃത്വത്തിൽ നെഞ്ചോടടുപ്പിച്ച ആ കല്ലൂട്ടറമ്മൻ ആ ജനമായ കല്ലൂട്ടറമ്മൻ അവരൊക്കെ കല്ലൂട്ടറമ്മൻ കാണിക്കുകയാണ് പഴയ ഗതകാല ആ സ്മരണകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഈ വെള്ളത്തുള്ളിൽ കലർന്നിരിച്ചുകൊണ്ട് ഓണപ്പാട്ടികളെ അഭിമാനം അറിയിക്കൊണ്ട് ഓണത്തിന്റെ അതിമനോഹരമായ ഔദ്യോഗിക കേന്ദ്രങ്ങളുടെ വാസ്തവിക ഓർമ്മകളെ മനസ്സിലേക്ക് ആലോചിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ വള്ളതയ്ക്ക് വന്നു കഴിയുകയാണ്. കരുവേലിത്തറയും കുരിശുത്തറയും രായി നമ്പർ കൊണ്ടും അങ്ങനെ തുടങ്ങി വരിക. രണ്ടാമത്തെ ഫീസ് തുടങ്ങി വരികയാണ്. ഇവിടെ വള്ളങ്ങൾ പ്രേമികൾ നിന്ന് ആരെ വിഷമിക്കുകയാണ്. എങ്കിലും അവരോട് ഞങ്ങൾ സഹകരിക്കുകയാണ്. ഏതായാലും ഈ ഒരുപാട്